ഇക്കഴിഞ്ഞ വർഷമാണ് കീർത്തി സുരേഷിന്റെ വിവാഹം നടന്നത്. പതിറ്റാണ്ടു നീണ്ട പ്രണയത്തിന്റെ ഒടുവിലാണ് കീർത്തിയും ബാല്യകാല സുഹൃത്തുമായ ആന്റണി തട്ടിലും വിവാഹിതരായത്. അറിയപ്പെടുന്ന ബിസിനസ്സുകാരനാണ് ആന്റണി. കൊച്ചി സ്വദേശിയായ ആന്റണിയെ കൊച്ചിയിലെ പഠനകാലത്താണ് കീർത്തി കണ്ടുമുട്ടുന്നതും സൗഹൃദത്തിലാകുന്നതും. പിന്നീട് ആ സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തി. പല വിശേഷങ്ങളിലും കീർത്തിയെ ഒറ്റയ്ക്കായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ കുടുംബത്തിന്റെ ചടങ്ങിൽ രണ്ടുപേരും ഒന്നിച്ച് എത്തിയിരിക്കുകയാണ്. കീർത്തിയുടെ അച്ചമ്മയായ ശാരദാമ്മയുടെ നവതിയാഘോഷത്തിന്റെ ഭാഗമായി എത്തിയതാണ് കീർത്തിയും ഭർത്താവ് ആന്റണിയും. കവടിയാർ വിമൻസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേനകയുടെ സുരേഷ് കുമാറിന്റെയും കുടുംബവും പങ്കെടുത്തു. ഒപ്പം സിനിമയിലെ താരങ്ങളും മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. അച്ചമ്മേ എന്ന് വിളിച്ച് നിറച്ചിരിയോടെയാണ് ആന്റണി അച്ചമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തിയത്. കയ്യിലുണ്ടായിരുന്ന പൂക്കൾ കൊണ്ടുള്ള ബുക്കെയും സമ്മാനിക്കുകയും ചെയ്തു. ഓടിയെത്തിയ ആന്റണിയെ കെട്ടിപ്പിടിച്ച് അച്ചമ്മ ഉമ്മ കൊടുക്കുന്നത് വീഡിയോയിൽ കാണാം. തിരികെ ആന്റണിയും ശാരദാമ്മയ്ക്ക് ഉമ്മ നൽകുന്നുണ്ട്. തൊട്ടു പിന്നാലെ എത്തിയ കീർത്തിയും ആന്റണിയും ചേർന്ന് അച്ചമ്മയോട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. രണ്ടുപേരുടെയും വിവാഹത്തിനു ശേഷം കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങാണ് അച്ചമ്മയുടെ നവതിയാഘോഷം. പ്രണയ വിവാഹമായിരുന്നു ആന്റണിയുടെയും കീർത്തിയുടെയും. 2010 മുതൽ പ്രണയിക്കുന്ന ആളുകളായിരുന്നു കീർത്തിയും ആന്റണിയും. കീർത്തി +2 പഠിക്കുമ്പോൾ തുടങ്ങിയ ഇഷ്ടം. തട്ടിലിന് കീർത്തിയേക്കാൾ 7 വയസ്സ് കൂടുതലാണ്. ഓർക്കുട്ടിലൂടെ ചാറ്റ് ചെയ്താണ് ഇരുവരും പരിചയപ്പെട്ടത്. ചാറ്റിങ്ങിന് ശേഷം 2009 ഡിസംബർ 2 ആണ് ആദ്യമായി പരസ്പരം കണ്ടുമുട്ടിയത്. കൊച്ചിയിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച. ആദ്യമായി ആന്റണിയെ പ്രപ്പോസ് ചെയ്യുന്നത് താനായിരുന്നുവെന്ന് അടുത്തിടെ കീർത്തി പറഞ്ഞിരുന്നു. പ്രായവും മതവും ഒക്കെ വിഷയങ്ങളാകുമെന്നറിഞ്ഞിട്ടും പ്രണയവുമായി കീർത്തി മുന്നോട്ടുപോയി. ആദ്യമൊക്കെ ആന്റണിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടത് ഇഷ്ടമായി മാറി. പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുമ്പ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയ ബിസിനസ്സുകാരനായി മാറിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ കേരളം ആസ്ഥാനമായുള്ള അസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസിന്റെ ഉടമ കൂടിയാണ്. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം. തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് വളരെ അപൂർവമായി മാത്രമേ കീർത്തി തുറന്നു സംസാരിക്കാറുള്ളൂ. എന്നിരുന്നാലും താൻ പ്രണയത്തിലാണെന്ന സൂചന കീർത്തി നൽകിയിരുന്നു. 32 വയസ്സുള്ള കീർത്തി സുരേഷ് ഇന്ന് മുൻനിര നായികമാർക്കൊപ്പം വളർന്നു കഴിഞ്ഞു. 2000-ന്റെ തുടക്കത്തിൽ ബാലതാരമായി അഭിനയം തുടങ്ങിയ കീർത്തി ഫാഷൻ ഡിസൈനിങ് പഠനത്തിന് ശേഷം ചലച്ചിത്ര മേഖലയിലേക്ക് തിരികെയെത്തി. പൈലറ്റ്സ്, അച്ഛനെയാണെനിക്കിഷ്ടം, കുബേരൻ എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായിക്കൊണ്ടാണ് കീർത്തി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 2013 പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു. റിംഗ് മാസ്റ്റർ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായും കീർത്തി അഭിനയിച്ചു. മലയാളത്തിൽ മരക്കാർ, വാശി എന്നീ ചിത്രങ്ങളിലും കീർത്തി അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.